നമസ്കാരം. മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ അഭയം ലഭിക്കുന്നവർക്ക് പുതിയ നിബന്ധന. സർക്കാർ സഹായധനമായി കൈപ്പറ്റിയ 11 ലക്ഷം തിരിച്ചടയ്ക്കണം. ഇമിഗ്രേഷൻ ബില്ലിൽ നിർണായക മാറ്റങ്ങൾ. ബ്രിട്ടനിൽ അഭയം ലഭിക്കുന്നവർക്ക് സർക്കാർ നൽകിയ താമസ സൗകര്യത്തിൻ്റെയും സാമ്പത്തിക സഹായത്തിൻ്റെയും ചെലവിലേക്ക് ഏകദേശം 11 ലക്ഷം തിരിച്ചടയ്ക്കേണ്ട പുതിയ നിയമവുമായി സർക്കാർ രംഗത്ത്. പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഇമിഗ്രേഷൻ ആൻഡ് അസൈലം ബില്ലിലാണ് ഈ നിർണായക നിർദ്ദേശമുള്ളത്. പുതിയ നിയമപ്രകാരം അഭയം ലഭിച്ച ശേഷം ജോലി ചെയ്ത് നിശ്ചിത വരുമാനം നേടുന്ന മുതിർന്നവർ ഈ തുക മാസത്തവണകളായി തിരിച്ചടയ്ക്കണം. ഈ തുക പൂർണ്ണമായി അടച്ചു തീർത്താൽ മാത്രമേ ബ്രിട്ടനിൽ സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടാവുകയുള്ളൂ. അഭയ അപേക്ഷ നിരസിക്കപ്പെട്ടവരും വരുമാന പരിധി കൈവരിച്ചാൽ ഈ തുക നൽകേണ്ടി വരും. കഴിഞ്ഞ വർഷം മാത്രം അഭയാർത്ഥി സഹായത്തിനായി ഏകദേശം 44,000 കോടി പൊതുധനം ചെലവായ പശ്ചാത്തലത്തിലാണ് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ ഈ പുതിയ നീക്കം. അതേസമയം റെഫ്യൂജി കൗൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ തീരുമാനത്തെ അന്യായമായ പദ്ധതിയെന്ന് വിമർശിച്ചു. അഭയം ലഭിക്കുന്നവർക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണിതെന്നും ജീവിതം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. കൂടാതെ സാധാരണ ജനങ്ങളെ ഉൾപ്പെടുത്തി പബ്ലിക് അഡ്ജൂഡിക്കേറ്റർമാരെ നിയമിച്ച് അസൈലം അപ്പീലുകൾ വേഗത്തിലാക്കാനും കൂടുതൽ തടങ്കൽ പാളയങ്ങൾ തുറക്കാനും പുതിയ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. UK-യിലെ യുവജന തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പുതിയ ധനസഹായ പദ്ധതിയുമായി പ്രധാനമന്ത്രി. ബ്രിട്ടനിലെ യുവജന തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനായി ബിസിനസ് സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പുതിയ പദ്ധതി പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു. ചുരുങ്ങിയത് 6 മാസമായി ജോലിയില്ലാത്ത യുവാക്കളെ ജോലിക്കെടുക്കുന്ന കമ്പനികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. യൂത്ത് ജോബ്സ് ഗ്രാന്റ് പദ്ധതി പ്രകാരം 6 മാസത്തിലധികമായി യൂണിവേഴ്സൽ ക്രെഡിറ്റ് ആനുകൂല്യം കൈപ്പറ്റുന്ന 18-നും 24-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്ക് 3.3 ലക്ഷം വീതം ധനസഹായം ലഭിക്കും. നിലവിൽ UK-യിൽ ഒരു ജോലിയിലോ വിദ്യാഭ്യാസത്തിലോ പരിശീലനത്തിലോ ഏർപ്പെടാത്ത 10 ലക്ഷത്തിലധികം യുവാക്കളുണ്ടെന്നാണ് കണക്ക്. ഈ പ്രതിസന്ധി മറികടക്കാൻ ബർഗർ കിങ്, KFC, കോസ്റ്റ കോഫി തുടങ്ങിയ പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് മേധാവികളുമായി നടത്തിയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി പുതിയ പ്രഖ്യാപനം നടത്തിയത്. വിജയത്തിലേക്കുള്ള ഏകവഴി സർവകലാശാല വിദ്യാഭ്യാസമല്ലെന്നും യുവാക്കളുടെ കഴിവനുസരിച്ച് ഉയരാൻ മറ്റ് അവസരങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ദീർഘകാലം തൊഴിലില്ലാതെ കഴിയുന്നവർക്ക് 6 മാസത്തെ പാർട്ട് ടൈം ജോലി ഉറപ്പു നൽകുന്ന പദ്ധതിയും ഇതിനൊപ്പം നടപ്പിലാക്കും. ഈ പുതിയ പദ്ധതികൾ വഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നാണ് റെസൊല്യൂഷൻ ഫൗണ്ടേഷൻ വ്യക്തമാക്കുന്നത്. ഡ്രൈവർമാർ ശ്രദ്ധിക്കുക. റോഡരികിലെ കാഴ്ചശക്തി പരിശോധനയിൽ പരാജയപ്പെട്ട ലൈസൻസ് റദ്ദാക്കും. ബ്രിട്ടനിൽ റോഡ് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഡ്രൈവർമാർക്കായി പുതിയ പരിശോധനകൾ ഏർപ്പെടുത്താൻ പോലീസ് ഒരുങ്ങുന്നു. പുതിയ റോഡ് സുരക്ഷാ നയത്തിന്റെ ഭാഗമായി വാഹനങ്ങൾ യാദൃച്ഛികമായി തടഞ്ഞു നിർത്തി ഡ്രൈവർമാരുടെ കാഴ്ചശക്തി പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡരികിൽ വെച്ച് നടത്തുന്ന ഈ പരിശോധനയിൽ നിശ്ചിത അകലത്തിൽ നിന്നുള്ള നമ്പർ പ്ലേറ്റുകൾ കൃത്യമായി വായിക്കാൻ സാധിക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. കാഴ്ചശക്തി പരിശോധനയിൽ പരാജയപ്പെടുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് DVLA ഉടനടി റദ്ദാക്കും. റോഡിൽ വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഡ്രൈവർമാരെ എത്രയും വേഗം മാറ്റാനാണ് ഈ നീക്കം. നിലവിൽ ആളുകൾ സ്വയം ആരോഗ്യ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയാണുള്ളത്. എന്നാൽ ഇത് പലപ്പോഴും കൃത്യമാകാത്തതിനാലാണ് പോലീസ് പരിശോധന കർശനമാക്കുന്നത്. ഇതോടൊപ്പം 70 വയസ്സ് കഴിഞ്ഞവർക്ക് നിർബന്ധിത കാഴ്ചശക്തി പരിശോധനയും ഡ്രൈവിംഗ് അനുയോജ്യമാണോ എന്നറിയാനുള്ള കോഗ്നിറ്റീവ് പരിശോധനകളും കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. പ്രായമായവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കാത്ത രീതിയിൽ അവർ ഉൾപ്പെടുന്ന അപകടങ്ങളും മരണങ്ങളും കുറയ്ക്കുക എന്നതാണ് പുതിയ സുരക്ഷാ തന്ത്രത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ബ്രിട്ടനിൽ ഗാർഹിക ശിക്ഷാ നിയമം കർശനമാക്കുന്നു. ബ്രിട്ടനിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി ഗാർഹിക കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷാ നിയമം കർശനമാക്കുന്നു. വീട്ടിനുള്ളിൽ വെച്ച് പങ്കാളിയെയോ മുൻ പങ്കാളിയെയോ കത്തി പോലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുന്നവർക്ക് നിലവിലുള്ളതിനേക്കാൾ 10 വർഷം അധിക തടവ് ശിക്ഷ നൽകാനാണ് നീതിന്യായ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇതോടെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കുള്ള കുറഞ്ഞ അടിസ്ഥാന ശിക്ഷ 15 വർഷത്തിൽ നിന്നും 25 വർഷമായി ഉയരും. നിലവിൽ പുറത്തുനിന്നും ആയുധം കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയാൽ 25 വർഷമാണ് ശിക്ഷ. എന്നാൽ വീട്ടിനുള്ളിലെ കൊലപാതകങ്ങളിൽ അടുക്കളക്കത്തി പോലുള്ളവ ഉപയോഗിക്കുന്നതിനാൽ ശിക്ഷ 15 വർഷമായി കുറഞ്ഞിരുന്നു. ഈ പോരായ്മ പരിഹരിക്കാനാണ് പുതിയ ഭേദഗതി. UK-യിലെ കൊലപാതകങ്ങളിൽ 5-1 കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്നും ഇതിൽ ഇരകൾ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നും ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമി ചൂണ്ടിക്കാട്ടി. ഏറെക്കാലമായി ഈ നിയമത്തിനായി പോരാടിയ കിൽഡ് വിമൻ പോലുള്ള സംഘടനകൾ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. അതേസമയം ദീർഘകാലമായി ഗാർഹിക പീഡനം സഹിക്കവയ്യാതെ സ്വന്തം പീഡകനെ കൊലപ്പെടുത്തേണ്ടി വരുന്ന ഇരകൾക്ക് ഈ കഠിന ശിക്ഷ ബാധകമായിരിക്കില്ല. അവർക്ക് പഴയ 15 വർഷത്തെ മാനദണ്ഡം തുടരുന്നത് യഥാർത്ഥ പീഡിതർക്ക് ആശ്വാസമാകും. UK സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ കീർ സ്റ്റാർമറുടെ 50,000 കോടി പ്രതിരോധ പദ്ധതി.
UK പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഗെയിം ചേഞ്ചിംഗ് നിക്ഷേപ പദ്ധതിയുമായി പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രംഗത്തെത്തി. ജൂലൈ 20 പ്രധാനമന്ത്രി പദം ഒഴിയുന്നതിന് മുൻപായി പ്രഖ്യാപിക്കുന്ന ഈ സുപ്രധാന പദ്ധതിയിൽ ഡ്രോണുകൾ, സ്വയം പ്രവർത്തിക്കുന്ന ആയുധങ്ങൾ എന്നിവയുടെ വികസനത്തിനായി 500 കോടി പൗണ്ട് വകയിരുത്തും. രാജ്യത്തെ ഭാവിയിലെ ഭീഷണികളിൽ നിന്ന് സുരക്ഷിതമാക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എയർലൈറ്റ് കമാൻഡോ ഫോഴ്സിന് ആക്രമണ ഡ്രോണുകളും അതിവേഗ ബോട്ടുകളും നൽകും. നാവികസേനയിലെ പഴയ യുദ്ധക്കപ്പലുകൾക്ക് പകരം ഡ്രോൺ സജ്ജീകരണങ്ങളുള്ള പുതിയ കപ്പലുകൾ ഏർപ്പെടുത്തും. ഫണ്ട് അപര്യാപ്തത ആരോപിച്ച് മുൻ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലിയും മന്ത്രി അൽ കാർസണും ഈയിടെ രാജിവെച്ചിരുന്നു. എന്നാൽ പുതിയ പ്രതിരോധ സെക്രട്ടറി ഡേം ജാർവിസ് അധികമായി 100 കോടി പൗണ്ട് കൂടി ഉറപ്പാക്കിയിട്ടുണ്ട്. ഇതോടെ 4 വർഷത്തേക്കുള്ള പ്രതിരോധ ബജറ്റ് 1450 കോടി പൗണ്ടിനടുത്തായി. എങ്കിലും സൈനിക മേധാവികൾ ആവശ്യപ്പെട്ട 2800 കോടി പൗണ്ടിനേക്കാൾ വളരെ കുറവാണിത്. യാഥാസ്ഥിതിക സർക്കാരിൻ്റെ കാലത്തെ അവഗണനയ്ക്ക് ശേഷം വരുന്ന ഈ വൈകിയ പദ്ധതി ഫലപ്രദമല്ലെന്നും ഫണ്ട് തീരെ അപര്യാപ്തമാണെന്നും ലിബറൽ ഡെമോക്രാറ്റ് നേതാവ് സർ എഡ് ഡേവി കുറ്റപ്പെടുത്തി. ബ്രിട്ടനിൽ അധികാര വികേന്ദ്രീകരണത്തിന് നമ്പർ 10 നോർത്ത് പദ്ധതി പുതിയ വാഗ്ദാനങ്ങളുമായി ആൻഡി ബേൺഹാം. ബ്രിട്ടന്റെ വികസനം ലണ്ടനിൽ മാത്രം ഒതുങ്ങാതെ പ്രാദേശിക തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സുപ്രധാനമായ നമ്പർ 10 നോർത്ത് പദ്ധതിയുമായി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആൻഡി ബേൺഹാം പ്രഖ്യാപനം നടത്തി. ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ നയരേഖ അവതരിപ്പിച്ചത്. മാഞ്ചസ്റ്ററിൽ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ഓഫീസ് തുറക്കുമെന്നും എല്ലാ പ്രദേശങ്ങൾക്കും തുല്യ വികസനം ഉറപ്പാക്കുമെന്നും അദ്ദേഹം മാഞ്ചസ്റ്ററിൽ വെച്ച് വ്യക്തമാക്കി. പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ: യുദ്ധാനന്തര കാലഘട്ടത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കൗൺസിൽ ഹൗസ് നിർമ്മാണം, സർവകലാശാല വിദ്യാഭ്യാസത്തിന് പകരം സാങ്കേതിക തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് മുൻഗണന, ബിസിനസ് റേറ്റ്സ് പരിഷ്കരിച്ച് പബ്ബുകൾക്കും ഹൈസ്ട്രീറ്റ് വ്യാപാരികൾക്കും പിന്തുണ, തൊഴിലില്ലാത്ത യുവാക്കൾക്ക് മാനസികാരോഗ്യ സഹായവും മെച്ചപ്പെട്ട തൊഴിൽ പരിശീലനവും, വെയിൽസ്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിലേക്കും അധികാര വികേന്ദ്രീകരണം വ്യാപിപ്പിക്കാൻ ബേൺഹാം ലക്ഷ്യമിടുന്നു. എതിർ സ്ഥാനാർത്ഥികളില്ലെങ്കിൽ ജൂലൈ പകുതിയോടെ അദ്ദേഹം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് പദ്ധതിക്ക് രൂക്ഷ വിമർശനമാണ് നേരിടുന്നത്. ഭരണപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തതുകൊണ്ടാണ് അധികാരങ്ങൾ കൈമാറാൻ ബേൺഹാം ശ്രമിക്കുന്നതെന്ന് കൺസർവേറ്റീവ് നേതാവ് കെമി ബഡ്നോക്ക് കുറ്റപ്പെടുത്തി. വടക്കും തെക്കുമുള്ള ഓഫീസുകൾ തമ്മിൽ ഭാവിയിൽ തർക്കങ്ങളുണ്ടാകാമെന്ന് റിഫോം UK നേതാവ് നൈജൽ ഫരാജും മുന്നറിയിപ്പ് നൽകി. വിമാനയാത്രക്കാർക്ക് ആശ്വാസം. 12 UK വിമാനത്താവളങ്ങളിൽ തലേദിവസത്തെ ചെക്ക് ഇൻ സൗകര്യമായി ജെറ്റ് 2. രാവിലെയുള്ള വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കായി പുതിയ ട്വിലൈറ്റ് ചെക്ക് ഇൻ സൗകര്യം UKയിലെ 12 വിമാനത്താവളങ്ങളിൽ ജെറ്റ് 2 എയർലൈൻ സ്ഥിരീകരിച്ചു. ഉച്ചയ്ക്ക് മുൻപ് പുറപ്പെടുന്ന വിമാനങ്ങളിലെ യാത്രക്കാർക്ക് തങ്ങളുടെ ലഗേജുകൾ തലേ ദിവസം വൈകുന്നേരം 4:30 രാത്രി 9 ഇടയിലുള്ള 4.5 മണിക്കൂർ സമയത്തിനുള്ളിൽ വിമാനത്താവളങ്ങളിൽ ഏൽപ്പിക്കാൻ സാധിക്കും. ഇതുവഴി യാത്രയുടെ ദിവസം നീണ്ട ക്യൂവിൽ നിൽക്കാതെ നേരിട്ട് സെക്യൂരിറ്റി പരിശോധനയിലേക്ക് കടക്കാം. യാത്രയ്ക്ക് 28 ദിവസം മുൻപ് മുതൽ 24 മണിക്കൂർ വരെ കമ്പനിയുടെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ ഓൺലൈൻ ചെക്ക് ഇൻ പൂർത്തിയാക്കണം. കുടുംബത്തിലെ ഒരാൾക്ക് തന്നെ ഒപ്പമുള്ള 6 പേരുടെ ലഗേജുകൾ വരെ തലേദിവസം എയർപോർട്ടിലെത്തിച്ച് ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും. ലഗേജ് നൽകുമ്പോൾ ബോർഡിംഗ് പാസും പാസ്പോർട്ടും കരുതണം. സാധാരണയായി വിമാനം പുറപ്പെടുന്നതിന് 2 മണിക്കൂർ മുൻപ് എത്തി ക്യൂ നിൽക്കേണ്ടി വരുന്നത് ഒഴിവാക്കാനും യാത്ര കൂടുതൽ സമാധാനപരമാക്കാനും ഈ സൗജന്യ സേവനം സഹായിക്കും. UK വിദ്യാഭ്യാസ രംഗത്ത് വെള്ളക്കാരായ സാധാരണക്കാരുടെ കുട്ടികൾ അവഗണിക്കപ്പെടുന്നുവെന്ന് കണ്ടെത്തൽ. ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായം വെള്ളക്കാരായ സാധാരണ തൊഴിലാളി കുടുംബങ്ങളിലെ കുട്ടികളെ പിന്തുണയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് സ്വതന്ത്ര അന്വേഷണ റിപ്പോർട്ട്. ഈ വിഭാഗത്തിലെ കുട്ടികളുടെ മോശം പ്രകടനത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളുള്ളത്. 2025 കണക്കുകൾ പ്രകാരം സൗജന്യ സ്കൂൾ ഭക്ഷണം ലഭിക്കുന്ന ഈ വിഭാഗത്തിലെ 36% കുട്ടികൾ മാത്രമാണ് ഇംഗ്ലീഷ്, മാത്സ്, GCSE പരീക്ഷകളിൽ വിജയിച്ചത്. എന്നാൽ മറ്റു വിഭാഗങ്ങളിൽ ഇത് 72%. ഈ വ്യത്യാസത്തെ വെള്ളക്കാരായ സാധാരണക്കാരുടെ ദോഷകരമായ വിടവ് എന്നാണ് റിപ്പോർട്ട് വിശേഷിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ സമ്പ്രദായം കേവലം ഉന്നത വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ ഈ കുടുംബങ്ങൾ തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. സ്കൂളുകളിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം നിയന്ത്രിക്കുക, മാനസികാരോഗ്യ പിന്തുണ ഉറപ്പാക്കുക, സൗജന്യ ശിശു സംരക്ഷണം വ്യാപിപ്പിക്കുക, കമ്മ്യൂണിറ്റികളിൽ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ വർദ്ധിപ്പിക്കുക തുടങ്ങിയ 24 നിർദ്ദേശങ്ങൾ സമിതി മുന്നോട്ട് വച്ചു. തലമുറകളായി ഇത്തരം കുട്ടികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുകയാണെന്ന് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ സമ്മതിച്ചു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു.
എല്ലാ ദിവസവും ക്യൂ മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ ക്യൂ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.